നമസ്കാരം, കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഡോക്ടർ എൽ സുബ്രഹ്മണ്യത്തിൻ്റെ വയലിൻ കച്ചേരിക്ക് വേദിയൊരുക്കി ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കൗൺസിൽ. ജാബർ അൽ അഹമ്മദ് കൾച്ചറൽ സെന്ററിലെ നാഷണൽ തിയേറ്ററിലാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച വയലിനിസ്റ്റുകളിൽ ഒരാളായ ഡോക്ടർ എൻ സുബ്രഹ്മണ്യവും മകൻ അംബി സുബ്രഹ്മണ്യവും കച്ചേരി അവതരിപ്പിച്ചത്. On behalf of the Indian Business and Professional Council and under the patronage of the Indian Embassy of Kuwait, in collaboration with the Lakshmi Narayanan Global Music Festival, we are truly honored and delighted to have you with us for this special violin concert. സംഗീത സായാഹ്നം ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ ആദർ സോയ്ക ഡോക്ടർ എൻ സുബ്രഹ്മണ്യത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച വയലിനിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചു. The greatest violinist of India and one of the global icons who has actually won a lot of coveted Indian government awards as well as international awards. So I think we have to witness this musical journey. I must take this opportunity to thank the Indian Business and Professional Council, which has always been supportive of what the embassy has asked them to do. They have not only are promoting Indian businesses and investment, but always have stood for cooperation in other aspects, particularly culture. പിതാവും പുത്രനും ചേർന്ന് തങ്ങളുടെ വയലിനിലൂടെ മാന്ത്രിക സംഗീതം ഉതിർത്തപ്പോൾ തബലയിൽ തന്മോയ് ബോസും മൃദംഗത്തിൽ രമണമൂർത്തിയും ഘടത്തിൽ എൻ രാധാകൃഷ്ണനും മോർസിംഗിൽ ജി സത്യറായിയും കയ്യടികളുടെ സദസ്സും അകമ്പടി ചേർന്നു. കുവൈറ്റും ഇന്ത്യയും തമ്മിലുള്ള സാംസ്കാരിക വിനിമയം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിനെത്തിയവർക്ക് IBPC കുവൈറ്റ് ചെയർമാൻ കൈസർ ഷാക്കിർ സ്വാഗതം ആശംസിച്ചു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. പ്രസിദ്ധീകരണങ്ങളുടെ ഉള്ളടക്കം സംബന്ധിച്ച കമ്മ്യൂണിക്കേഷൻ എളുപ്പമാക്കുന്നതിന് പ്രത്യേക ഓൺലൈൻ സംവിധാനം ആരംഭിച്ച് ഇൻഫർമേഷൻ മന്ത്രാലയം. പൊതുജനങ്ങളും മന്ത്രാലയവും തമ്മിലുള്ള ആശയവിനിമയം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രത്യേക ഇൻസ്പെക്ഷൻ പോർട്ടൽ ആരംഭിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. പുസ്തകങ്ങൾ, സിനിമകൾ, പ്രസിദ്ധീകരണങ്ങൾ, കോൺസേർട്ടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും അന്വേഷണങ്ങളും എളുപ്പത്തിൽ സമർപ്പിക്കാൻ സഹായിക്കുന്നതാണ് പുതിയ പോർട്ടൽ. പ്രസ്, പബ്ലിഷിംഗ്, പ്രിന്റിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട ലൈസൻസിംഗ് വ്യവസ്ഥകൾ, രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ എന്നിവ ഇൻസ്പെക്ഷൻ പോർട്ടൽ വഴി ലളിതമാക്കും. ഇൻഫർമേഷൻ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ആക്സസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് പുതിയ പ്ലാറ്റ്ഫോം സജ്ജീകരിച്ചത്. സിബിൽ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് പോർട്ടൽ ക്രമീകരിച്ചിരിക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. കേരള അസോസിയേഷൻ കുവൈറ്റിന്റെ 11ാമത് കണിയാപുരം രാമചന്ദ്രൻ സ്മാരക ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഡിസംബർ 6 അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ അരങ്ങേറും. 5 മുതൽ 15 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ചിത്രങ്ങളാണ് നോട്ടം ഫെസ്റ്റിവലിൽ മത്സരത്തിനായി പരിഗണിക്കുക. മുൻ വർഷങ്ങളിൽ നോട്ടം ഫെസ്റ്റിവലിലേക്ക് അപേക്ഷിച്ചതോ സാമൂഹ്യ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്തതോ ആയ ചിത്രങ്ങൾ മേളയിലേക്ക് പരിഗണിക്കില്ലെന്ന് സംഘാടകർ അറിയിച്ചു. നവംബർ 22 എൻട്രികൾ ലഭിക്കേണ്ട അവസാന തീയതി. മേളയിൽ പ്രദർശിപ്പിക്കുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട സിനിമകൾക്ക് കണിയാപുരം രാമചന്ദ്രൻ സ്മാരക പുരസ്കാരം നൽകും. സ്കൂൾ വിദ്യാർത്ഥികൾ തയ്യാറാക്കുന്ന സിനിമകൾക്ക് വേണ്ടി പ്രത്യേക മത്സരമുണ്ടാകും. ചലച്ചിത്ര പ്രവർത്തകരായ CS വെങ്കിടേശ്വരൻ, ഡോൺ പാലത്തറ, VC അഭിലാഷ് എന്നിവരാണ് ഇത്തവണ ജൂറി അംഗങ്ങൾ. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. മഴയ്ക്കുവേണ്ടി പള്ളികളിൽ പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം ചെയ്ത് കുവൈറ്റ് ഔഖാഫ് മന്ത്രാലയം. നവംബർ 23 ശനിയാഴ്ച രാവിലെ 10:30 രാജ്യത്തെ എല്ലാ പള്ളികളിലും മഴയ്ക്കുവേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തണമെന്നാണ് നിർദ്ദേശം. ഇതു സംബന്ധിച്ച സർക്കുലർ എല്ലാ പള്ളി ഇമാമുമാർക്കും അയച്ചിട്ടുണ്ട്. ഭാഷാ വൈവിധ്യവും ഖുറാനും എന്ന വിഷയത്തിൽ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ചർച്ചാ സംഗമം സംഘടിപ്പിക്കുന്നു. നവംബർ 22 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ഹവല്ലിയിലെ അൽസീർ സെന്ററിൽ നടക്കുന്ന സംഗമത്തിൽ കോഴിക്കോട് ഫാറൂഖ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ഡോക്ടർ മുഹമ്മദ് ആബിദ് UP, ഡോക്ടർ അബ്ബാസ് KP എന്നിവർ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു.
ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാവുന്നു.